നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അമ്മയുടെ പദത്തിൻ്റെ പല്ലവിയിലെ വരിക വരിക സഖി വരഗുണൻ അവനെ കണ്ടു എന്ന ആ വരിയുടെ ആദ്യത്തെ ഒരു 2-3 ഭാഗമാണ് എടുത്തത്. അതായത് സഖി വിളിക്കുന്നത് മാതിരിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനിയുടെ ഇനി ബാക്കിയുള്ള ഭാഗം വരിക വരിക സഖി എന്നുള്ള വരിയുടെ ബാക്കി ഭാഗത്തിൽ ഭഗവാനെ ഒന്ന് ചെറുതായിട്ട് വർണ്ണിക്കുന്നതാണ്. ഞാൻ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ എന്ത് സുന്ദരന്മാർ അല്ലെങ്കിൽ സുന്ദരികൾ, ദേവിക, ദേവന്മാർ ഇവരൊക്കെ വർണ്ണിക്കുമ്പോൾ അവരുടെ മുഖത്തിനെ നമ്മൾ പൂർണ്ണചന്ദ്രനോട് ആണ് ഉപമിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ പൂർണ്ണചന്ദ്രനായിരിക്കും. നല്ല വട്ടം നിറം, പിന്നെ നല്ല സ്വർണ്ണ കളറിൽ പ്രകാശിച്ച് നിൽക്കുന്ന ചന്ദ്രൻ. അങ്ങനെയുള്ള ചന്ദ്രനെ നമുക്ക് രാത്രി നല്ല ഇരുട്ടത്ത് ആ ചന്ദ്രനെ എത്ര നേരം വേണമെങ്കിലും നോക്കി അങ്ങനെ ഇരിക്കാൻ പറ്റും. അത്ര സുന്ദരമാണ് ചന്ദ്രൻ. അതുകൊണ്ടാണ് കവികളെല്ലാവരും സൗന്ദര്യം ഒരാളുടെ സൗന്ദര്യം വർണ്ണിക്കുമ്പോൾ മുഖത്തിനെ ചന്ദ്രനോട് ഉപമിക്കുന്നത്. ഇവിടെ ഞങ്ങൾ അമ്മ ചെയ്തിരിക്കുന്നു അങ്ങനെയാണ്. പാട്ട് വരിക വരിക സഖി വരഗുണൻ അവനെ കണ്ടു തന്നെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണചന്ദ്രനെ പോലെ മുഖമുള്ള അദ്ദേഹത്തെ കണ്ടു എന്നാണ് ആദ്യത്തെ. അപ്പം അത് ഞാൻ പറയാം. പൂർണ്ണചന്ദ്രൻ അല്ലെങ്കിൽ ധാരാളം ഇതിലാണ് പൂർണ്ണം എന്നുവെച്ചാൽ ഒരു വട്ടം വരും. ഈ വട്ടം ഇത്ര വലുതിൽ ഇങ്ങനെ ഒരു വട്ടമേ വരയ്ക്കാവൂ, അല്ലാണ്ട് വലിയ വട്ടം വരയ്ക്കേണ്ട കാര്യമില്ല. ഈ വട്ടം ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മുടെ കണ്ണ് അതുമാതിരി കുറേ കണ്ണ് വലുതായിട്ട് വലിയ വട്ടത്തിലെടുക്കണം. അതിൻ്റെ ഒപ്പം ശരീരം കൂടി ഒന്ന് അങ്ങനെ ചലിക്കണം. അപ്പം അതായത് ഇങ്ങനെ ചലിക്കണം, അങ്ങനെ ചലിക്കണം. ഇനി ചന്ദ്രൻ, അതാണ് പൂർണ്ണ ചന്ദ്രൻ. ഇനി ചന്ദ്രൻ നൽകുമ്പോൾ എന്ത് സൗന്ദര്യമായിട്ടുള്ളത്, ഇപ്പോൾ ഭംഗി എന്നുള്ളതിൻ്റെ മുദ്ര ഇതാണ്. അപ്പം ഈ ഭംഗി എന്നുള്ള മുദ്ര നമ്മൾ ചെയ്യുമ്പോൾ കഴുത്തിളക്കും, പുരികിളക്കും, ചിരിച്ച് കഴുത്തും പുരികിളക്കി ഇങ്ങനെയാണ് ഭംഗി കാണിക്കുക. ഇവിടെ നമ്മൾ ചന്ദ്രനെ കാണിക്കുമ്പോഴും ആ ചന്ദ്രൻ്റെ സൗന്ദര്യത്തെ നമ്മുടെ മുഖത്തെ ഭാവം കൊണ്ട് അത് ചെയ്യണം. അതായത് ഇപ്പോൾ മുഷ്ടി പിടിച്ചിട്ട് ഇങ്ങനെയാണ്, ഒരു കൈ ഇങ്ങോട്ട് ഒരു കൈ ഇങ്ങോട്ട് അങ്ങോട്ട് പിടിച്ച് മുഷ്ടി പിടിച്ച് ഹംസവക്ഷത്തിൽ വിട്ടിട്ട് ഇങ്ങനെയാണ് ചന്ദ്രൻ എടുക്കുക. ആ ചന്ദ്രൻ എടുക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് വിരലുകൾ ഇളക്കും കൂടി ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇളക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ചിരിച്ചിങ്ങനെ പുരികിളക്കി ചിരിച്ചിട്ട് കഴുത്തൊക്കെ ഇളക്കിയിട്ട് വേണം. ഇതാണ് ഇപ്പോൾ പൂർണ്ണ ചന്ദ്രനെ, പൂർണ്ണചന്ദ്ര മുഖമുള്ള അദ്ദേഹം. മുഖം ഹംസാക്ഷം പിടിച്ച് കർത്തരി മുഖത്തിലാണല്ലോ മുഖം പിടിക്കാൻ. അപ്പം ഇവിടുന്ന് ഇങ്ങനെ കണ്ണും വരണം, കയ്യിൻ്റെ ദേഹമൊക്കെ ഒപ്പം വരണം. മുഖം എന്ന് കാണിച്ചിട്ട് അവിടെ ആ കൃഷ്ണനെ ഒന്ന് അവളവിടെ ചെറുതായിട്ടൊരു നാണം കാണിക്കണം. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചിട്ട് കൃഷ്ണനെ അന്ന് നാണിച്ചിട്ട് ആലോചിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ നാണിച്ച് മുഖം കണ്ട് താഴ്ത്തണം. എന്നിട്ട് സഖിയോട് നാണത്തോടു കൂടി തന്നെ കണ്ടോ എന്ന് ചോദിക്കുന്നതായിട്ടാണ് പൂർണ്ണചന്ദ്രനെ പോലെ മുഖമുള്ള അദ്ദേഹത്തെ കാണുന്നത്. ഇതാണ് ആദ്യത്തെ വർണ്ണിക്കുന്നതിൻ്റെ ആദ്യത്തെ ലൈൻ. അത് പിന്നെ വർണ്ണനതാണ്. ഇപ്പം ഞാൻ പറയാം, ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കണം, പുതിയ കഴുത്തൊന്ന് ഇളക്കണം. കണ്ടോന്ന് ചോദിച്ചിട്ട് ഒരു നാണത്തോടു കൂടിയിട്ട് ഇത് ഭഗവാന്റെ ആ മുഖം കാണിച്ചിട്ട് നാണങ്ങൾ കാണിച്ചിട്ട് അത് കൈ എടുത്തിട്ട് കണ്ടു എന്ന് അവർ ലജ്ജയോട് കൂടി ചോദിച്ചിട്ടാണ് ആദ്യത്തെ ഒന്നുകൂടി ഇവിടെ അത് പുരികളക്കണം കേട്ടോ. ആ വട്ടത്തിലൊരുങ്ങി കണ്ടു ഒന്നാണ്. രണ്ടാമത്തെ താമര കണ്ണനെ കണ്ടു. താമര ഇത് നമ്മൾ പറയുമ്പോൾ അതാണ് ഇപ്പോൾ സൗന്ദര്യം വർണ്ണിക്കുമ്പോൾ താമരയുടെ ഇതുള്ള മാതിരിയുള്ള കണ്ണുകളോട് കൂടിയ ആൾ, അല്ലെങ്കിൽ മീനിൻ്റെ ഒക്കെയാണ് സൗന്ദര്യത്തിൽ കണ്ണിന് സൗന്ദര്യം കൊടുക്കുമ്പോൾ ഇതാണ് ഉപമ. അപ്പം ഇവിടെ താമര എന്ന് പറയുമ്പോൾ നമ്മൾ താമര എന്ന് കാണിച്ചിട്ട് അത് താമരയുടെ പൂ വിടരുമ്പോൾ
അത് ഇങ്ങനെ പെട്ടെന്ന് വിടില്ലല്ലോ, അതിങ്ങനെ പതുക്കെ 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 വിടില്ല. അപ്പം ചിലത് ഇതളുകൾ ഇങ്ങനെ മാറി 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 അങ്ങനെ 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 ശരിക്കും നമ്മൾ വേറെ എന്തെങ്കിലും ഇവിടെ ഇപ്പം അതിന് സമയമില്ല, വെറുതെ ഇങ്ങനെ 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 കാണിക്കുന്നതേ. അപ്പം ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ സമയമില്ലാത്തതുകൊണ്ട് ഒന്നിങ്ങനെ വിറപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഈ പൂവ് വിടരുന്നത് മാതിരിന്ന് മുഖം കൊണ്ട് കാണിക്കണമെങ്കിൽ ഈ പൂവ് വിടരുന്നതിൻ്റെ ഒപ്പം തന്നെ ചെറുതായിട്ട് ചിരിച്ച് ആ ചിരി ഒന്ന് വലുതാക്കുക. അതുപോലെ കണ്ണൊന്ന് ചുരുക്കിയിട്ട് കണ്ണൊന്ന് മിഴിച്ച് വരിക, കുരുകി ഇളക്കുക. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ അപ്പം പൂവിടണമായിരിക്കും. അങ്ങനെ വരും. അപ്പം പൂ വിടരണേൻ്റെ ഒപ്പം നമ്മൾ ആ ഭാവം കൂടി കൊടുത്താൽ പൂവ് ആ വിടരണമാതിരി തോന്നും. താമര കണ്ണൻ, അതുപോലെ കണ്ണ് എന്നുള്ളതിന് ഇങ്ങനെ പിടിക്കാൻ പാടില്ല. ശിഖരം പിടിക്കുമ്പോൾ കൈ ഇങ്ങനെ ഇവിടെ ചേർത്തിട്ട് വേണം പിടിക്കാൻ. നീട്ടമാണ് കാണിക്കുന്നത്, കണ്ണിൻ്റെ നീളമാണ് കാണിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെ കാണിക്കാൻ പാടില്ല. അതിൻ്റെ അപ്പോൾ അതിനോടൊപ്പം കണ്ണ് കാണിക്കുമ്പോൾ കയ്യെ പോണതിൻ്റെ ഒപ്പം കണ്ണും ദേഹവും കൂടി ഒന്ന് പോകണം, ഇങ്ങനെ കാണിക്കും. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ കാണിക്കാം. അങ്ങനെയാണ് കണ്ണ് എന്ന് കാണിക്കുന്നത്. അങ്ങനെയല്ല അദ്ദേഹത്തെ കണ്ടോന്നാണ് ചോദിക്കുന്നത്. താമര എന്ന് പിടിക്കുന്നത് ഈ ഇടത്തെ കൈ ഇങ്ങനെ കമത്തി പിടിച്ച് വലത്തെ കൈ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിക്കും. എന്നിട്ട് രണ്ടും മുഷ്ടിന്ന് ഹംസപക്ഷത്തിലേക്ക് വിടും. വലത്തെ കൈ മോള് കൂടെ ഇങ്ങനെ താഴത്തേക്ക് കൊണ്ടുവരും, ഇടത്തെ കൈ ഇടത്തെ വശത്ത് കൂടെ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരും. അപ്പം ഈ രണ്ടും ഒപ്പം ചെയ്യണം. ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഇടത്തെ കൈ ഒന്നും കൂടി ഇങ്ങനെ തിരിച്ച് വലത് കൈയിൻ്റെ കൂടെ ഇങ്ങനെ കൊമ്പി പിടിക്കണം. അപ്പോൾ എന്നിട്ട് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഈ വലത്തെ കൈ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അല്ല ഇടത്തെ കൈ കൊണ്ടുവന്ന ഇങ്ങനെ ആ താമരയുടെ മുട്ട അങ്ങനെ കാണിച്ചിട്ട് ആ മുട്ട ഇങ്ങനെ വിടരണത് വാങ്ങി അങ്ങനെയാണ് കാണിക്കുന്നത്. അതാണ് താമര കണ്ണൻ. താമര കണ്ണനായ അദ്ദേഹത്തെ കണ്ടോന്ന് അവളെ ഒന്ന് കെട്ടി പിടിച്ചിട്ട് ഈ കണ്ടില്ലേ അദ്ദേഹത്തിന് കാണിക്കുന്നതാണ് ഇനിയത്തെ രണ്ടാമത്തത്. ആദ്യത്തെ പൂർണ്ണചന്ദ്രനെ പോലെ മുഖമുള്ള അദ്ദേഹത്തെ കണ്ടു. രണ്ടാമത്തത് വരിക. ഇവിടെയൊക്കെ പുരി കിടക്കണം. ഈ സൗന്ദര്യം കാണിക്കുമ്പോഴൊക്കെ പുരി കിടക്കും. വരിക കണ്ടില്ലേ, ഈ കൈ ഇങ്ങനെ ചുറ്റണേ ഉള്ളൂ, ഇവിടെ മാത്രം ചുറ്റണേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കണ്ണും ശരീരവും വലുതായ ഒരു വട്ടം എടുക്കണം. ഇതാ വരിക വരിക സഖി, അങ്ങനെ ഈ വിരല് ഇളക്കണം. കൈ ഇവിടെ നോക്കാം. ഇനി അവളെ കെട്ടിപ്പിടി അവിടെ ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഓടി അങ്ങോട്ട് ചെല്ലും. രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത് എന്താ, പൂവും തളിരും ചേർത്ത വനമാല. പൂവെന്ന് കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് വലത്തെ കൈ. പൂവെന്ന് കാണിക്കുമ്പോൾ സ്വതേ നമ്മൾ 2-3 വിധത്തിൽ പൂവെന്ന് കാണിക്കും. ഇത് ശാസ്ത്രീയമായിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ്. അപ്പം കണ്ണ് താഴേക്ക് പോകണം. ഈ കൈ ഇങ്ങനെ വിടുന്നതിൻ്റെ ഒപ്പം കണ്ണ് താഴേക്ക് പോകണം. സാധാരണ പൂവെന്ന് കാണിക്കുമ്പോൾ ഇങ്ങനെ, അതും അതെ, ഇത് കണ്ണിങ്ങനെ ഇങ്ങനെ കാണിക്കും. അത് ഇവിടെ അപ്പം ഇത് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ കാണിക്കുക. പിന്നെ തളിരാണ്, അതായത് തുളസിയുടെ എലി പൂക്കൾ. ഇവിടെ തളിരെന്ന് കാണിക്കുമ്പോഴും ഇങ്ങനെ ഈ വിരലുകളെ ഇളക്കിക്കൊണ്ട് വേണം, ഇങ്ങനെ ഇളക്കിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെയാണ് തളിര്. അപ്പോൾ പൂവും തളിരും ചേർത്ത ആ പൂവെന്ന് കാണിക്കുക, പിന്നെ തളിരെന്ന് കാണിക്കുക, ചേർത്ത മാല. കടകം പിടിച്ചിട്ടാണ് മാല. ഈ സൈഡിൽ ഇടത്തെ കൈ മുകളിൽ വരണം, മറ്റേ കൈയിൽ വലത്തെ കൈ മുകളിൽ വരണം. അങ്ങനെയാണ് അതിൻ്റെ മാല എന്ന് കാണിക്കുക. മാല ധരിച്ച ഈ ധരിച്ച മാല അങ്ങനെ വനമാല അങ്ങനെ കഴുത്തിലേക്ക് ഇട്ടിരിക്കുക. അപ്പോൾ എന്നിട്ട് അവൾ ആ ഭഗവാനെ ഒന്ന്, ആ മാലയൊക്കെ ധരിച്ചിട്ടുള്ള ഭഗവാനെ ഒന്ന് ചിന്തിക്കുന്ന ഇങ്ങനെ കാണിച്ചിട്ട് ആ കഴുത്തിലേക്ക് ആ ഭഗവാൻ അദ്ദേഹത്തെ, അത് അന്നങ്ങനെ ആനന്ദം കൊള്ളുവാണ്. അപ്പം അത് അങ്ങനെയുള്ള അദ്ദേഹത്തെ, പിന്നെ അവൾ നീ കണ്ടില്ലേ അദ്ദേഹത്തെ. അപ്പം ഈ ഭാഗം ഇവിടെ ആ വനമാല ധരിച്ച ആ കൃഷ്ണനെ
നീ കണ്ടില്ലേ എന്ന് ചോദിക്കണ്ടായിരുന്നു. അതായത് വരിക 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 സഖി ഇങ്ങനെ ഒന്ന് കൊടയുന്നത് നല്ലതാണ്. കണ്ടോ വരിക 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 സഖി ഒരു സെക്കൻഡ് ഒന്ന് ആ ഭഗവാന്റെ ആ ഒരു എന്താ പറയുക ശാന്തധീരത്തിലുള്ള ഒരു നിപ്പ് കാണിക്കാം. ഇനി അവള് സന്തോഷത്തോടു കൂടി ഇവിടെ ഭക്തി വന്നിട്ട് അവനെ കണ്ടോ. ഇനി അടുത്തത് വനമാല. ഇനി പീതാംബരമാണ്. മഞ്ഞ വസ്ത്രം. മഞ്ഞ വസ്ത്രത്തിന് നമ്മൾ കടകം പിടിച്ചിട്ടാണ് മഞ്ഞ വസ്ത്രം എന്ന് കാണിക്കുന്നത്. അപ്പം മഞ്ഞ എന്നുള്ളതിന് അങ്ങനെ പ്രത്യേക ഒരു മുദ്രയില്ല. അപ്പം അത് കാരണം സ്വർണ്ണമാണ് എപ്പോഴും കാണിക്കുക. സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച അദ്ദേഹത്തെ കാണും. അപ്പം ഈ സ്വർണ്ണം എന്ന് കാണിക്കുമ്പോഴും അത് രണ്ടും കടകാണ് ഇങ്ങനെ കാണിക്കുന്ന സ്വർണം. അപ്പം അത് കഴുത്തിളക്കി വരിക പുരി കിടക്കണം അവിടെ. വരിക വരിക. ഇനി വസ്ത്രം 1 2 ഇങ്ങനെ തിത്തേന്ന് റൈറ്റ് സൈഡിൽ ഇങ്ങനെ പോകുന്നത്. സഖി മുദ്രാക്കം പിടിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് പോകണം. സഖി. ഇനി അവിടെ ഒന്ന് കറങ്ങാൻ പറ്റുമെങ്കിൽ കറങ്ങാം, ഇല്ലെങ്കിൽ അവിടെ തന്നെ നിന്നുകൊണ്ടൊന്ന് ഇങ്ങനെ കാണിച്ചാൽ മതി. ഇങ്ങനെ ചുറ്റിട്ട് കൈ ഇങ്ങനെ വരണം ലെഫ്റ്റ് സൈഡിൽ. അവളുടെ കൈ പോയി പിടിച്ചിട്ട് കണ്ടോന്ന് കാണിക്കണം. വരിക വരിക സഖി വരകുമെൻ അവനെ കണ്ടു. ഒന്നുകൂടി ഞാൻ 3 കൂടി 5 പ്രാവശ്യം പാടുന്നുണ്ട്. ഇനി ഒരെണ്ണം കൂടിയേ ഉള്ളൂ. അപ്പം ആദ്യത്തേത് പൂർണ്ണചന്ദ്രനെ പോലെ മുഖം, ഈ താമര കണ്ണ്, വനമാല, പിന്നെ വസ്ത്രം മഞ്ഞ വസ്ത്രം. അപ്പം ഒന്നുകൂടി ചെയ്യാം. സഖി കണ്ടു പാട്ടും ഇതുകൂടി വരുന്നില്ല. അവനെ കണ്ടു വരിക വരിക സഖി. ഒരു കയ്യിലേക്ക് നോക്കണം. അതല്ലേ കണ്ടു വരിക വരിക സഖി വരകുമെൻ അവനെ കണ്ടു. അടുത്ത ഒരെണ്ണം കൂടിയുള്ളൂ, അതും കൂടി ഞാൻ എടുത്തേക്കാം. മേഘവർണ്ണ കാർമേഘവർണ്ണ. കാർമേഘത്തിൻ്റെ ഫുൾ കറുപ്പല്ല, ചിലർ നീലവർണ്ണം എന്ന് പറയും. അത് നീല നിറമല്ല. ഭഗവാന്റെ നിറം ഒരു ഇളം നിറമാണ്. അതായത് മാ നിറം എന്നാണ് തമിഴിലൊക്കെ പറയും. മാനിറം എന്നാണ് പറയുക. ഇരുണ്ട നമ്മൾ പറയില്ലേ, വെളുപ്പുമല്ല കറുപ്പുമല്ല, ആ വിധത്തിലുള്ള വരും. അത് കാർമേഘവർണ്ണൻ. കാർമേഘത്തിൻ്റെ വല്ലാണ്ട കറുത്ത നിറമല്ലല്ലോ. കാർമേഘം എന്നുള്ളതിന് ഭ്രമരത്തിൽ പിടിക്കും, പതാകത്തിലും പിടിക്കും. ഈ ഭ്രമരത്തിൽ പിടിക്കുന്നത് വെള്ളം, മഴ, മേഘം, ഇതൊക്കെ ഭ്രമരത്തിലാണ്. അപ്പം പക്ഷേ പ്രയോഗത്തിൽ പറയുമ്പോൾ പതാകത്തിലാണ് മേഘം എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ഭ്രമരത്തിലാണ്. അപ്പം ഈ ഇങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്. കയ്യ്
അപ്പോൾ പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പാണെങ്കിൽ തെയ്ത്ത തെയ് 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 തോം എന്നുള്ള അടവാണ്. അത് ഈ കൈ ഇങ്ങനെ വരാനും ഈ അടവ് വരാനും കുറച്ച് വിഷമമാണ്. അത് ധന്യ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഇവിടെ വരി ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇത് മേഘ. വർണ്ണം എന്നുള്ളത് നിറം എന്നുള്ളതിന് ഇങ്ങനെയാണ് മുദ്ര. അതായത് ഹംസാസി മലർത്തി വലത്തെ കൈ കടകം അല്ല ഹംസാസി ഇടത്തെ കയ്യിൽ കമത്തിയും പിടിക്കും. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോയി ലെഫ്റ്റ് സൈഡിൽ കൂടെ മുകളിൽ കൊണ്ടുപോയി മുകളിലൊന്നത് തിരിച്ച് റൈറ്റ് സൈഡിൽ കൂടെ താഴെ കൊണ്ടുവന്ന് താഴെ ഒന്നും കൂടി തിരിക്കുക. ഇതാണ് വർണ്ണം എന്നുള്ളതിന്. അപ്പോൾ ഈ വിരലിങ്ങനെ ഇതാക്കും ചെയ്യും. ഇതാണ് വർണ്ണം എന്നുള്ളതിൻ്റെ. കറുപ്പ് നിറം എന്ന് കാണെങ്കിൽ ഇങ്ങനെ കാണിക്കും. ഇത് കറുപ്പിന് ഒരു കളർ ഇതുണ്ട്, വെള്ളയ്ക്ക് ഇങ്ങനെയുണ്ട് വെളുത്ത നിറം. പിന്നെ ചുമപ്പിനും പിന്നെ ബാക്കിയുള്ള എല്ലാ വർണ്ണത്തിനും ഒരേ നിറം ഒരു മുദ്രയുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ അങ്ങനെ മേഘ വർണ്ണനായ ശരീരം കർത്തരിമുഖാണ് ഹംസപക്ഷം കൊണ്ട്. അത് പലരും ഇങ്ങനെ കഥകളിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇവിടെ മാത്രം. പക്ഷേ നമ്മൾ മുഖം മുതൽ ഇവിടെയാണ് പറയുന്നത്. അപ്പോൾ മുഖത്തിന് വേറെ നിറമല്ലോ, എല്ലാം ഒരേ നിറം. അപ്പം ഇവിടെ മുതലാണ് കാണിക്കുന്നത് ശരീരമുള്ള അദ്ദേഹത്തെ കണ്ടു. ഈ അദ്ദേഹത്തെ കണ്ടു എന്നുള്ളപ്പോൾ ലാസ്റ്റ് ഇതായതുകൊണ്ട് തെയ്തിത്തി തെയ് തെയ്തിത്തി തെയ് തെയ്തിത്തി തെയ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പ്. ഇനി ഇത് കാണിക്കാൻ പോകുന്ന വരി അതൊക്കെ പറഞ്ഞത് തെയ്ത്ത തെയ് തെയ്തും തെയ്ത തെയ് തെയ്തും ഇങ്ങനെയല്ലേ. വരിക വരിക സഖീ വരകുമൻ തെയ്തിത്തി തെയ്തിത്തി തെയ്തിത്തി. ഇങ്ങനെയാണ് ഈ 5 എണ്ണം വന്നിരിക്കുന്നത്. പൂർണ്ണചന്ദ്രനെ പോലെ മുഖമുള്ള അദ്ദേഹത്തെ കണ്ടു, താമരക്കണ്ണനായ അദ്ദേഹത്തെ കണ്ടു, പൂവും തളിരും ചേർന്ന് വനമാല ധരിച്ച അദ്ദേഹത്തെ നീ കണ്ടു, പിന്നെ പീതാംബരം ധരിച്ച വസ്ത്രം ധരിച്ച അദ്ദേഹത്തെ നീ കണ്ടില്ലേ, പിന്നെ മേഘവർണ്ണനായ അദ്ദേഹത്തെ കണ്ടില്ലേ. ഇങ്ങനെ 5 വിധത്തിലാണ് ഭഗവാനെ വളരെ സിമ്പിളായിട്ട് വർണ്ണിച്ചുകൊണ്ടാണ് ഈ വരിക വരിക സഖി എന്ന ആ ഒരു വരി മുഴുവനാക്കുന്നത്. അപ്പം അതിൻ്റെ പിന്നെ പദം അതിൻ്റെ സ്റ്റെപ്പുകളോടുകൂടി ധന്യ അതെല്ലാം കാണിച്ചു തരും. അപ്പം അത് നമുക്ക് അതിലേക്ക് പോവാം. നമസ്കാരം.